എന്താണ് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം, പ്രണയം, പ്രേമം, ലവ്. പിന്നെ കഴിഞ്ഞോ? ഇത്രയൊക്കെ അറിയുള്ളൂ സിനോണിംസ്? കുറേ സിനോണിംസ് ഉണ്ട്. എന്തൊക്കെയാ? പിന്നെന്താ? മുഹബത്ത്, ഇഷ്ക്, കാതൽ, പ്യാർ, പ്യാർ. പിന്നെന്താ? പോന്നോട്ടെ. ഇതൊക്കെ ഞങ്ങളെ പണ്ടത്തെ ആൾക്കാരുടെ പേരാ. നിങ്ങൾ പുതിയ ജനറേഷനിലെ ആൾക്കാരുടെ പേരുകളൊന്നും പോന്നിട്ടില്ലേ? വരട്ടെ. 9ത്തെ 7ത്തെ പേരുകള്. എന്താ? ഷ് മാത്രം കേൾക്കുന്നുണ്ട്. ഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം പിടുത്തം കിട്ടുവോ? ഇല്ലേ? ഷ് എന്ന് മാത്രം പറഞ്ഞാൽ എന്താ? ക്രഷ്. ക്രഷ്. പിന്നെ ബെസ്റ്റ്. കഴിഞ്ഞാ? പിന്നെന്താ? പോരട്ടെ. അറിവില്ലാത്തോണ്ടല്ല നിങ്ങളോട് ചോദിക്കണേ. ഞാൻ സത്യം പറഞ്ഞ് ഇന്നത്തെ പ്രോഗ്രാമിന് വരുമ്പോ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു, ഇന്ന് എനിക്ക് കുറെ കിട്ടാനുണ്ട് ട്ടാന്ന്. ഒരുപാട് നോളജ്, ഒരുപാട് എളിമ എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടാനുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. പിന്നെ പുതിയ ഏതെങ്കിലും ടേംസ് ഉണ്ടോ? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ? ബേസിക്കലി അപ്പൊ ഇതൊക്കെ എന്താണ്? നമുക്കൊക്കെ മനസ്സിലാവണ, പറയുമ്പോഴത്തിനുള്ളില് ആ ഫീല് വരുന്നൊരു പേരേതാ? ലവ്. കുറച്ച് ആൾക്കാർ ലവ് എന്ന് പറഞ്ഞു. നിങ്ങളാ പറയേണ്ടത്. നിങ്ങളുള്ളിൽ പെട്ടെന്ന് ആ ഇമോഷൻ വരുന്നത് എന്തിനാ? ഏത് പേര് പറയുമ്പോഴാ? ഇഷ്ടം. ചില ആളുകൾക്ക് ഇഷ്ടം, ചില ആളുകൾക്ക് സ്നേഹം, അല്ലേ? പ്രണയം. അപ്പോ ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്രഷിനും പ്രണയത്തിനും പ്രേമത്തിനും സ്നേഹത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ ആ പ്രണയത്തിലായി കഴിഞ്ഞാൽ, നമ്മൾ ആ സ്നേഹം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും അനുഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ മാത്രമല്ല നമുക്ക് മെച്ചം. പക്ഷേ ഈ ലോകം പോലെ, ഈ ലോകം എത്ര സത്യമാണോ അതിലേറെ സത്യമായ പരലോകമുണ്ട്, ഹിയർ ആഫ്റ്റർ. അവിടെ കൂടി നമുക്ക് മെച്ചം കിട്ടുന്ന, അവിടെ കൂടി നമുക്ക് ലാഭം കിട്ടുന്ന കുറച്ച് പ്രണയത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും ക്രഷിനെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോണത്. അപ്പോൾ ഈ മവദ്ദ എന്ന് പറയുന്നത് പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് ആണ്, അല്ലേ? മാരേജ്, ഇതാണ് അതിൻ്റെ അണ്ടറിൽ വരുന്ന നമ്മളെ സംഘാടകർ കൊടുത്ത മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാരേജ് എന്താ? വിവാഹം എന്ന് പറയുന്നത് എന്താ? കല്യാണം കഴിക്കണോ ശരിക്ക്? നിങ്ങളോടല്ല അഭിപ്രായം ചോദിക്കണേ. കല്യാണം കഴിക്കേണ്ടതുണ്ട് എന്ന് പറയണ എത്ര പേരുണ്ട്? ഉമ്മ ധൈര്യമായിട്ട് കൈ നോക്കിക്കണിട്ടാ. മോള് വേക്കിൽ നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. കല്യാണം കഴിക്കണം എന്ന് പറയുന്ന 2, 3, 4 ധൈര്യമായിട്ട് പൊക്കിക്കോളി. ഷോൾഡർ പെയിൻ ഒന്നും ഇല്ലാത്ത ആളുകൾ ധൈര്യമായിട്ട് പൊക്കുക. ഓക്കെ, ഇത്രയും ആളുകൾ കല്യാണം കഴിക്കണം എന്ന അഭിപ്രായമുള്ളവരാണ്. ഇനി കല്യാണം കഴിക്കണ്ട എന്ന അഭിപ്രായമുള്ളവര് ഒന്ന് കൈപൊക്കുക. നോബഡി. കഴിക്കണ്ടെന്ന് ചോദിച്ചപ്പോ ആരും കൈ പൊക്കാനില്ല. അപ്പൊ എല്ലാവർക്കും കെട്ടൊക്കെ വേണം, പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ കൈ വെക്കാനൊരു മടി, അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുപക്ഷെ ഇപ്പൊ നിങ്ങൾ കുറച്ചാളുകൾ കൈ പൊക്കുകയും കുറച്ചാളുകൾ കൈ താഴ്ത്തി ഇടുകയൊക്കെ ചെയ്ത ആ ഒരു പ്രോസസ്സ്, മാരേജ് എന്ന് പറയുന്നതിനെ കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കുറച്ചാളുകളാണ് കൈ പൊക്കിയത്. പക്ഷേ വേണ്ട എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ആർക്കും ഇല്ല എന്ന് എല്ലാവരും കൈ താഴ്ത്തിയ സമയത്ത് മനസ്സിലാവുകയും ചെയ്തു. ഒരുപക്ഷെ മറ്റൊരാളുടെ മുൻപിൽ, അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ, സൊസൈറ്റിക്ക് മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, പിയർ ഗ്രൂപ്പിന്റെ മുമ്പിൽ നമുക്കൊരു അഭിമാന പ്രശ്നമായി മാറുന്നുണ്ടോ വിവാഹം? അതൊരു മാനക്കേടിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് ആയിത്തീരുന്നുണ്ടോ എന്ന് പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ തൊട്ട് മുകളിലുള്ള ജനറേഷനിലുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കാം അത് കൂടുതലും അനുഭവത്തിൽ വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ വിവാഹത്തെക്കുറിച്ചും ആ വിവാഹ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ മധുരമുള്ള കുറേ അനുഭവങ്ങളെക്കുറിച്ചും, എന്നാൽ അതിൽ നിന്നും ചില ആളുകൾക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളെക്കുറിച്ചും കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ
കുറച്ച് നേരത്തെ ഡിസ്കഷനിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോവാണ്. അതിൻ്റെയൊക്കെ മുമ്പേ, വിവാഹത്തിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുൻപേ മനുഷ്യൻ്റെ കുറച്ച് ഘട്ടങ്ങൾ, മനുഷ്യ ജീവിതത്തിൻ്റെ കുറച്ച് ഘട്ടങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളിൽ കൂടുതൽ ആളുകളും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിനെ പറയുന്ന പേരെന്താ? കൗമാരം, ദാറ്റ് ഇസ് അഡോളസൻസ് പീരീഡ് അല്ലേ? ഈ അഡോളസൻ പീരീഡിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അഡോളസൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡോളസൻ പീരീഡ്? എപ്പോഴാ? 13 എന്ന് പറയുന്ന ആളുകളുണ്ട്. 13 എന്ന് പറയുന്ന എത്ര പേരാ? പൊക്കട്ടെ, കൈ പൊക്കട്ടെ. ക്ലാസ്സിൽ മുഴുവൻ ചിലപ്പോൾ കൈ പൊക്കാനും താഴ്ത്താനൊക്കെ ഉണ്ടാവും. റെഡിയല്ലേ നിങ്ങള്? വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ എൻജാൻറ്റിങ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് നിങ്ങൾ. ഭയങ്കര എനർജിയാണ് നിങ്ങൾക്ക്. എത്ര പേർക്ക് 13 എന്ന് പറയുന്ന എത്ര പേരുണ്ട്? പിന്നെ അപ്പൊ ബാക്കിയുള്ളവർക്കിടക്കുള്ള അഭിപ്രായം എന്താ? ഏത് സമയം മുതലാ കൗമാരം തുടങ്ങുന്നേ? അഡോളസൻ പീരീഡ് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നേ? എപ്പോഴാ? 9, 10, 11, 12, 13. 13 ആണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അല്ലേ? ചെറിയൊരു വ്യത്യാസമുണ്ട്. 13 അല്ല, 13 മുതലല്ല അഡോളസൻ പീരീഡ് തുടങ്ങുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 10 ഇയേഴ്സ് മുതലാണ്, 10 വയസ്സ് മുതലാണ് അഡോളസൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിൽ ഏത് വരെയാ? 19 വയസ്സ് വരെ, 19 വരെയാണ്. 10 to 19 വരെയാണ് ഒരു മനുഷ്യന്റെ അഡോളസൻ പീരീഡ്. ഈ അഡോളസൻ പീരീഡിന്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് എ ട്രാൻസിഷൻ പീരീഡ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയാണ്, ഇറ്റ്സ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ്. ചൈൽഡ്ഹുഡിൽ നിന്നും അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ് എന്ന്. കുറേ അർത്ഥമുള്ള ഒരുപാടേറെ കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ തരുന്ന ഒരു വാക്കാണ് ട്രാൻസിഷൻ. അതായത് ചേഞ്ചിങ് പീരീഡാണ്. എവിടെ മുതൽ? ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്ത് നിന്നും മുതിർന്ന ആളെന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിനിടയിലുള്ള ട്രാൻസിഷൻ പീരീഡാണ്. അപ്പൊ ഈ വാക്ക് തരുന്ന ഒരു അർത്ഥം എന്താണെന്ന് അറിയാം? ഈ ചേഞ്ചിങ് പീരീഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ഇവിടെയുള്ള ഒന്നും എന്തല്ല? സ്ഥായിയല്ല, സ്ഥിരമല്ല. ഇറ്റ്സ് ചേഞ്ചബിൾ. അതെന്താണ്? അത് മാറുന്നതാ. ഈ 10നും 19 ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെയുള്ള ഒന്നും നമുക്ക് സ്ഥായിയല്ല. ഇവിടെ ഉണ്ടാവുന്ന ഒരു മാറ്റവും സ്ഥായിയല്ല. അവസാനം നമ്മൾ എത്തും 19നും 23നും ഇടയിൽ എത്തുമ്പോഴത്തേന് നമ്മളെ തലച്ചോറ് പൂർണ്ണ വളർച്ചയിലെത്തും. അതോടുകൂടി ശരീരവും അതിൻ്റെ കംപ്ലീറ്റ് വളർച്ചയിലെത്തുന്ന സമയമാവുമ്പോഴാണ് ഇംഗ്ലീഷുകാർ വിളിക്കുന്ന പോലെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. പൂർണ്ണമായും വളർച്ചയെത്തിയ ഒരു മനുഷ്യനായി തീരുന്നത് 19നും 23നും ഇടയിലുള്ള സമയമാകുമ്പോഴത്തേനാണ്. നമുക്കറിയാം, ആ സമയമാകുമ്പോഴത്തേന് നമ്മുടെ പ്രൊഫഷൻ, നമ്മളെ ക്വാളിഫിക്കേഷൻ, സ്റ്റഡീസ് ഇതൊക്കെ ഏകദേശം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ട് അടുത്ത ഒരു ഫേസിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടാവും അല്ലേ? 23 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ജോലിയൊക്കെ ആവൂലേ? ഇല്ലേ? ജോലിയിലൊക്കെ, പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയിലൊക്കെ കയറുന്ന ഒരു സമയമായിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സെക്കൻഡ് ഫേസ് ആണ്. അഡൽട്ട്ഹുഡ് എന്ന് പറയുന്ന മുതിർന്ന ആൾ എന്നൊരവസ്ഥയിലേക്ക്, യൗവനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോഴത്തേന് നമ്മളെ ജീവിതത്തിലെ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടും. ആ സമയമാകുമ്പോഴത്തേന് ആ കുട്ടിക്ക്, ആ മനുഷ്യന് ശാരീരികമായും മാനസികമായും വൈകാരികമായും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ്. ഈ 3 കാര്യങ്ങളിലും എണ്ണിയാൽ ഒതുങ്ങാത്ത അത്രയും മാറ്റങ്ങൾ വരും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൽ പെടുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് മെനാർക്കി, ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ അല്ലേ? നമ്മുടെ യൂട്രസിൽ നിന്നും ഓവംസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഓവംസ് മെച്ചുറേഷൻ സംഭവിച്ച് അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഓരോ ഫെലോപ്പിയൻ ട്യൂബിൽ നിന്നും, ഓരോ ഓവറീസിൽ നിന്നും ഓരോ മാസം ഓവം വരാൻ തുടങ്ങും. അമ്മയുടെ ഗർഭപാത്രത്തില്, നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഏകദേശം 12 ആഴ്ചയാവുമ്പോഴത്തേന് എന്നെ യൂട്രസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും, ഗർഭപാത്രം ഉണ്ടായി കഴിയും. ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിന്റെ 2 സൈഡിലും ഓവറീസ് ഉണ്ടാവും. ഈ ഓവറീസില്
10,000-കണക്കിന് ഓവംസ് ഉണ്ടാവും. ഈ ഓവംസ് എഗ് എന്ന് പറയുന്ന അടുത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ട അമ്മയുടെ ഭാഗമാണ് ഓവം. ഈ ഓവംസ് ഉണ്ടാവാൻ തുടങ്ങും. അത് നമ്മൾ മെച്ചുവറായി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഉമ്മയുടെ ശരീരത്തിൽ നിന്നും പുറത്ത് വരുമ്പോഴത്തേന് അതിൻ്റെ എണ്ണം ചുരുങ്ങി ചുരുങ്ങി വന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിവിടെ വളർച്ചയ്ക്ക് അനുസരിച്ച്, കുട്ടിക്കാലം കഴിയുന്നതിനനുസരിച്ച് ഈ ഓവംസ് ഒക്കെ മെച്ചുവർ ആവാൻ തുടങ്ങും, വളരാൻ തുടങ്ങും. ഒരു പ്രത്യേക സമയമാവുമ്പോൾ, ഒരു പ്രത്യേക ദിവസമാവുമ്പോൾ ശരീരത്തിലെ ഹോർമോൺസ്, ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഒക്കെ അളവൊക്കെ അതിനനുസരിച്ചുള്ള അളവിൽ എത്തുന്ന സമയത്ത് ഓരോ ഓവറിൽ നിന്നും ഓവം പുറത്തു വരാൻ തുടങ്ങും. അതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഓവം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഗർഭപാത്രത്തിലെത്തും. ഗർഭപാത്രത്തിലെത്തുമ്പോൾ ഓവം എന്തിനാണ്? കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് ഓവം വരുന്നത്. അവിടെ കുഞ്ഞുണ്ടാവുക എന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് കുഞ്ഞുണ്ടാവാതിരിക്കുന്ന സമയത്ത് ആ ഓവവും കുഞ്ഞിന് കിടക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അല്ലെ, നമുക്കറിയാം, നമ്മളെ താത്തമാരും ഉമ്മയൊക്കെ ഗർഭിണിയാവുന്ന സമയത്ത്, അല്ലെ, ഗർഭിണിയായി തുടങ്ങുമ്പോൾ തന്നെ കുട്ടി ഉണ്ടാവാൻ പോവാണ് എന്ന് അറിയുമ്പോൾ തന്നെ കുറേ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവും. അല്ലേ, കുറേ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവും. കുഞ്ഞിന് കിടക്കാൻ കുഞ്ഞി മെത്ത വാങ്ങിക്കും, കുഞ്ഞിനുള്ള ടവലുകള്, ടർക്കികള്, കുഞ്ഞിനുള്ള കുഞ്ഞുടുപ്പുകള്, അതൊക്കെ വാങ്ങി നമ്മൾ ഒരുങ്ങും കുട്ടിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ. കാരണം നമ്മൾ കിടക്കുന്ന പോലെ ചിലപ്പോൾ പരിവരുത്ത ബെഡിലൊന്നും കുഞ്ഞിനെ കിടത്താൻ പറ്റൂല. ഏറ്റവും സോഫ്റ്റായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും സുഖമുള്ള, കുഞ്ഞിന് സ്വസ്ഥത കൊടുക്കുന്ന, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന അന്തരീക്ഷം നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നത് പോലെ ശരീരത്തിനുള്ളിലും ഓരോ സ്ത്രീയുടെ ഉള്ളിലും അവൾ ഗർഭിണിയായി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഒരു കുട്ടിയുടെ ശരീരത്തിൽ കൗമാരക്കാരിയായി മാറുന്ന ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഓവം ഗർഭപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേ ഒരുക്കങ്ങൾ അവിടെ നടക്കും. കുഞ്ഞിന് കിടക്കാനുള്ള മെത്ത വിരിക്കപ്പെടും ഗർഭപാത്രത്തിനുള്ളില്. പക്ഷെ അത് ബ്ലഡ് കൊണ്ടായിരിക്കും. രക്തക്കുഴലുകൾ കൊണ്ടും എൻഡോമെട്രിയം കൊണ്ടും അതുപോലെയുള്ള ഗർഭപാത്രത്തിനുള്ളിലുള്ള കുറേ സബ്സ്റ്റൻസുകൾ കൊണ്ട് കുഞ്ഞിന് കിടക്കാനുള്ള വളരെ സോഫ്റ്റായ, വളരെ സുഖമായിട്ടുള്ള ഒരു മെത്ത വിരിക്കപ്പെടും. അതിലാണ് ഓവം ഉണ്ടാവുക. പക്ഷേ ഗർഭിണി അല്ലാതെ വരുന്ന സമയത്ത് ഈ ഓവം ആ ബ്ലഡോട് കൂടിയിട്ട് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെനാർക്കി എന്ന് പറയുക. ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ഈസ് കോൾഡ് മെനാർക്കി. ആദ്യത്തെ മെൻസ്ട്രുവേഷനെ പറയുന്ന പേരാണ് മെനാർക്കി. അത് കഴിയുന്നതോട് കൂടിയിട്ട് ആ കുട്ടി അഡോളസൻ പീരീഡിലേക്ക് എത്തുകയാണ്, കൗമാരക്കാരിയാവുകയാണ്. ഒരു പക്ഷേ ഇറ്റ് ഡിപ്പെൻസ്, ആ ഏജിനനുസരിച്ച് അത് മാറും. പ്രായത്തിനനുസരിച്ച് ഒരുപക്ഷെ മെനാർക്കിയുടെ അയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കും ഭക്ഷണങ്ങൾക്കും ശാരീരിക പ്രകൃതിക്കും പാരമ്പര്യത്തിനൊക്കെ അനുസരിച്ച് ഒരുപക്ഷെ ആ ദിവസം ടൈമൊക്കെ മാറിയേക്കാം. അതോടുകൂടി ഒരു പെൺകുട്ടി പ്രാപ്തിയാവുകയാണ്, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഗർഭപാത്രം പ്രാപ്തിയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ മാസവും ഒരു പീരീഡ്സ് കഴിഞ്ഞാൽ, ഒരു മെൻസ്ട്രേഷൻ കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം മുതൽ 28ാമത്തെ ദിവസം അടുത്ത സൈക്കിൾ വരും. ആ 28 ദിവസത്തെ സൈക്കിൾ ഓരോ മാസവും തുടർന്നു കൊണ്ടിരിക്കും. അത് ഒരു സ്ത്രീയെ, ആ സ്ത്രീയുടെ സ്ത്രീത്വത്തെ വ്യക്തമാക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ആ സമയത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ. ചില ആളുകൾക്ക് ഛർദി ഉണ്ടാവും, വയറുവേദന ഉണ്ടാവും, ഊരവേദന ഉണ്ടാവും, കാല് കഴിച്ചിലുണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാകും, കാരണമൊന്നുമില്ലാതെ സങ്കടം വരിക, അല്ലേ, ഒരു കാരണവുമില്ലാതെ കരച്ചിൽ വരിക, ദേഷ്യം വരിക. ഇതൊക്കെ പ്രകൃതിയാണ്, നേച്ചുറലാണ്. കാരണം ആ സമയത്ത് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറെ പ്രയാസങ്ങൾ, അത് പ്രകൃതിയാണ്, അത് പടച്ചോൻ തരുന്നതാണ്. അവിടെയാണ് സാന്ത്വനമായി കൊണ്ട് ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഷ്റഫുൽ ഹൽഖ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമമായ ഒരു മാതൃക പ്രിയപ്പെട്ട ഭാര്യ ബിവി ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് ബീവിക്ക് പീരീഡ്സ് വരികയാണ്. സങ്കടപ്പെട്ടിട്ട് വിഷമിച്ചിട്ട് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, പ്രവാചകരോട് പറയാണ്, പ്രവാചകരെ, എനിക്ക് ആർത്തവം വന്നിട്ടുണ്ട്, എനിക്ക് പീരീഡ്സ് വന്നിട്ടുണ്ട്, ഞാനിനി എങ്ങനെയാണ് ആരാധനാ കർമ്മം ചെയ്യുക, ഞാനിനി എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുക? അവിടെ ചേർത്ത് പിടിച്ചിട്ട്
അവളെ തോളോട് തോള് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ട ആയിഷ, നീ സങ്കടപ്പെടേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല, നീ വിഷമിക്കേണ്ടതില്ല. ആദം സന്തതികളിലെ എല്ലാ പെണ്ണുങ്ങൾക്കും പടച്ച തമ്പുരാൻ നൽകിയ ഒരു പ്രകൃതിയാണിത്. അതിൽ നീ ദുഃഖിക്കരുത്, അതിൽ വിഷമമുണ്ടാവരുത്. നിനക്ക് എല്ലാ ആരാധന കർമ്മവും ചെയ്യാം, തൊവാഫ് ഒഴികെ. ഹജ്ജിലുള്ള ബാക്കി എല്ലാ കർമ്മങ്ങളും തൊവാഫ് ഒഴികെ ബാക്കിയെല്ലാം നീ നിർവഹിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ്, ചേർത്ത് പിടിക്കുകയാണ്. ഏറ്റവും ഉത്തമമായ മവദ്ദയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം, ഒരു മാതൃക നമ്മളിലേക്ക് തരികയാണ് പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അവിടെ മുതൽ നമുക്ക് മാതൃകയാണ് പരിശുദ്ധ ഇസ്ലാം. യഥാർത്ഥ മവദ്ദത്ത് എന്താണ്, യഥാർത്ഥ പ്രണയം എന്താണ്, യഥാർത്ഥ പ്രേമം എന്താണ് എന്ന വലിയ പാഠമാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയോടൊപ്പം നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലൂടെ. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് ആ പെൺകുട്ടി വിവാഹിതയാകുന്നതോടുകൂടിയിട്ട് അടുത്തൊരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന അവസ്ഥയിലേക്ക് എത്തുക. പക്ഷേ അതിൻ്റെ മുമ്പ് ഈ പീരീഡ്, ഈ 10 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള ഈ അഡോളസന്റ് പീരീഡ്, ഏറെ മാറ്റങ്ങളും ഏറെ ചേഞ്ചസ് ഒക്കെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന 3 പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു ഹോർമോണിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ. ഈ ഹോർമോണിനെ പറയുന്ന പേര് ഡോപ്പാമൈൻ എന്നാണ്. കേട്ടിട്ടുണ്ടോ? ഡോപ്പാമൈൻ കേട്ട ആൾക്കാർ എത്ര ഉണ്ട്? ധൈര്യമായിട്ട് കൈപ്പൊക്കിക്കൊള്ളി. ഇത്രയും ആൾക്കാർ ഡോപ്പാമൈൻ ഹോർമോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതെന്ത് ഹോർമോണാ? ഹാപ്പി ഹോർമോൺ അല്ലേ? വെരി ഗുഡ്. സന്തോഷത്തിന്റെ ഹോർമോണാണ് ഈ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇതുണ്ടാവുന്നത് നമ്മളെ തലച്ചോറിനുള്ളിൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. തലച്ചോറിൻ്റെ ഉള്ളിൽ സെൻറ്റർ പോർഷനിൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്താണ് ഈ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവുന്നത്. ഹാപ്പി ഹോർമോൺ, സാറ്റിസ്ഫാക്ടറി ഹോർമോൺ, ഫീൽ ഗുഡ് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഹോർമോണാണ്. നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഹോർമോണിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഏത് പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിലും ഈ ഹോർമോൺ ഉണ്ടാവണം. ശരീരത്തിൽ എന്ത് പ്രോസസ്സ് നടക്കണമെങ്കിലും ഇന്റേണൽ ഓർഗൻസിന്, എക്സ്റ്റേണൽ ഓർഗൻസിന്, ഒരുപാട് അവയവങ്ങളുടെ സമ്മിശ്രമാണ് നമ്മുടെ ശരീരം. ഈ അവയവങ്ങളുടെ ഒക്കെ പ്രവർത്തനം സുഗമമായി നടക്കണമെങ്കിൽ ഈ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ വേണം. ഈവൻ ഞാനിപ്പോൾ ഇവിടെ മൈക്ക് പിടിച്ച് നിൽക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ, എൻ്റെ നാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കയ്യിലെയോ ഒക്കെ മസിൽസ് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ എന്ത് വേണം? ഡോപ്പാമൈൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങളൊക്കെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്, ചിലരൊക്കെ ചൂടെടുത്ത് ഇങ്ങനെ വീശുന്നുണ്ട് അല്ലേ, ചിലരൊക്കെ മഫ്തയൊക്കെ ശരിയാക്കുന്നുണ്ട്, ചിലർ എഴുതുന്നുണ്ട്, ലിസൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കേൾക്കുകയാണ്. ഈ പ്രോസസ്സുകളൊക്കെ ഇനി നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇൻവോളണ്ടറി ആയിട്ട് വോളണ്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന കുറേ ഓർഗൻസ് ഉണ്ട് ഇല്ലേ? ശ്വാസകോശം ഒരു മിനിറ്റിൽ എത്ര തവണ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? ഹൈ, ശ്വാസകോശം ഉണ്ടല്ലേ, ലങ്സേ എത്ര തവണ ഒരു മിനിറ്റിൽ ബീറ്റ് ചെയ്യും? 17. വെരി ഗുഡ്. 16 to 18, 17 ഒക്കെ കറക്റ്റ് ആൻസർ ആണ്. 16 മുതൽ 18 തവണ വരെ നമ്മുടെ ശ്വാസകോശം ഒരു മിനിറ്റിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കൊടുത്തോണ്ടിരിക്കുക. നമ്മളുടെ കൺട്രോളിലാണോ? നമ്മളിപ്പോൾ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, രാവിലെ മുതൽ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ആരെങ്കിലും നിങ്ങളുടെ കൺട്രോളിൽ, നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൽ, നിങ്ങളുടെ അറിവോട് കൂടിയിട്ട് ശ്വാസം എടുക്കുന്നുണ്ടോ? ഇല്ല. പലപ്പോഴും നമ്മൾ അറിയുന്നേ ഇല്ല. ഒരു മിനിറ്റിൽ നമ്മൾ, അതുകൊണ്ടാണ് ഒരു മിനിറ്റിൽ എത്ര തവണ ശ്വാസം എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ 3-4 ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ഉത്തരം അറിയുള്ളൂ. കാരണം നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണത്. നമ്മുടെയൊക്കെ ഹൃദയം, അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ജീവിച്ച് തുടങ്ങുമ്പോൾ ആദ്യത്തെ 2 മാസത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ അവയവമാണ് ഹൃദയം, ഹാർട്ട്. അതൊരു മിനിറ്റിൽ എത്ര തവണ ബീറ്റ് ചെയ്യും? 72 തവണ ഒരു മിനിറ്റിൽ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ലിവർ ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, സ്പ്ലെയിൻ ആയിക്കോട്ടെ, ബ്രെയിൻ ആയിക്കോട്ടെ, എല്ലാ അവയവങ്ങളും അവയുടെ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾക്ക് ജീവൻ വച്ച സമയം മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവയവങ്ങൾ. ഈ അവയവങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിന് കാരണം ഈ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോണാണ്, സാറ്റിസ്ഫാക്ടറി ഹോർമോണാണ്, ഫീൽ ഗുഡ് ഹോർമോണാണ്. ഇനി എപ്പോഴത് ഉണ്ടാവുക? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഈ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവണമെങ്കിൽ, ഡോപ്പാമൈൻ ക്രഷ് എന്നാണ് ആ പ്രോസസ്സിനെ പറയുക. ഈ ഡോപ്പാമൈൻ ക്രഷ് സംഭവിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷം ഉണ്ടാവണം, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം. നമ്മൾ ചിരിക്കണ സമയത്ത് നമ്മൾ ഒരാളെ കണ്ട് ചിരിക്കുമ്പോൾ അവിടെ ഡോപ്പാമൈൻ ഉണ്ടാവുന്നുണ്ട്. ഈ ഡോപ്പാമൈൻ്റെ സഹായത്തിലാണ് നമ്മുടെ ബോഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അഭിനന്ദിക്കപ്പെടുമ്പോൾ, നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ, അപ്പോഴാണ് ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. എപ്പോഴാണ് അഭിനന്ദനം വാങ്ങേണ്ടി വരിക? 10ാം ക്ലാസ് കഴിഞ്ഞൊക്കെ കുറേ പിള്ളേരുണ്ടല്ലോ ഇവിടെ, ഇല്ലേ? +2 കഴിഞ്ഞവരുണ്ട്, ഡിഗ്രി കഴിഞ്ഞവരുണ്ട്. ഒരു പക്ഷേ റിസൾട്ട് വന്ന ഉടനെയൊക്കെ എല്ലായിടത്തും അവാർഡ് ദാന ചടങ്ങുകളൊക്കെ ഉണ്ടാവും. നമ്മളെയൊക്കെ വിളിച്ചിട്ട് ഗിഫ്റ്റൊക്കെ തരും, അവാർഡൊക്കെ തരും, അല്ലേ? നമ്മൾ നല്ല ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, നന്മ നിറഞ്ഞൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഭിനന്ദിക്കപ്പെടും, ഇല്ലേ? നന്മ ചെയ്യുമ്പോഴല്ലേ അഭിനന്ദനം കിട്ടുക? ചീത്ത കാര്യം ചെയ്യുമ്പോൾ വെൽഡൺ ഗേൾ എന്ന് പറയുമോ ആരെങ്കിലും? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. നന്മ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് മാതൃകാപരമായ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അഭിനന്ദനങ്ങൾ കിട്ടും, നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടും. നമ്മൾ ആളുകൾ നല്ല കുട്ടിയാണ്, നല്ല കാര്യം ചെയ്തു, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഭിനന്ദിക്കും, സമ്മാനങ്ങൾ തരും, സ്നേഹവാക്കുകൾ നമുക്ക് തരും, നമ്മളെ പുന്നാരിക്കും, നമ്മളെ വീട്ടുകാരെല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. ഇതൊക്കെ എന്താണ്? ഈ സമയത്തൊക്കെ ഡോപ്പാമൈൻ ഉണ്ടാവുക. ഒരു കുട്ടി ഗിഫ്റ്റ് വാങ്ങുമ്പോൾ ഒരു പക്ഷെ ഏറ്റവും നല്ല ലീഡർ ആയതിനായിരിക്കാം, ഏറ്റവും നല്ല സ്വഭാവമുള്ള സ്കൂളിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറുള്ള കുട്ടി ആയതിനായിരിക്കാം, ബെസ്റ്റ് കോർഡിനേറ്റർ ആയതിനായിരിക്കാം, അല്ലെ? ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനായിരിക്കാം, അപ്പൊ ഏറ്റവും നല്ല ഗുഡ് സ്റ്റുഡൻ്റ് ആയതിനായിരിക്കാം, എന്നും ക്ലാസ്സിൽ ചെന്നതിനായിരിക്കാം, നല്ല മാർക്സ് വാങ്ങിയതിനായിരിക്കാം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പെർഫോം ചെയ്തതിനായിരിക്കാം, എനിത്തിങ്. ഇനി വീട്ടിലായിക്കോട്ടെ, നല്ല മോള് എന്ന പരിഗണന, നല്ല പെരുമാറ്റ രീതിയുള്ള കുട്ടി എന്ന അഭിനന്ദനം, ഇതൊക്കെ കിട്ടുന്ന സമയത്ത് സങ്കടമാണോ സന്തോഷമാണോ ഉണ്ടാവുക? സന്തോഷല്ലേ? സന്തോഷത്തിൻ്റെ കൂടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വേറൊരു വികാരം കൂടെയുണ്ട്, വേറൊരു ഫീല് കൂടിയുണ്ട്. അതെന്താ? ഇനിയും ഇതുപോലെ ചെയ്യണം, തുടരണം. അതല്ല, മാർക്കൊക്കെ കിട്ടി കഴിയുമ്പോൾ ഇപ്രാവശ്യം ഫസ്റ്റ് റാങ്ക് എനിക്ക് കിട്ടിയില്ല, അടുത്ത തവണ ഈ വാങ്ങിക്കോ, അങ്ങനെ വിചാരിക്കോ നമ്മൾ? അല്ലെങ്കിൽ അടുത്ത തവണ എനിക്ക് ഇത്ര മാർക്ക് വേണ്ട, അടുത്ത തവണ ഞാൻ ബെസ്റ്റ് ലീഡർ ആവില്ല, അടുത്ത തവണ ഞാൻ ബെസ്റ്റ് കോർഡിനേറ്റർ ആവില്ല, അടുത്ത തവണ ബെസ്റ്റ് എന്ന പേര് എനിക്ക് കിട്ടണ്ട എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ ചിന്തയിൽ വരിക എന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ്. മറിച്ച് ഈ ഡോപ്പാമൈൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ സന്തോഷത്തോടൊപ്പം സംതൃപ്തിയോടൊപ്പം സാറ്റിസ്ഫാക്ഷൻ വരുന്നതോടൊപ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലാണ് ഇനിയും ഇൻഷാ അല്ലാഹ്, ഇനിയും ഞാൻ ഇങ്ങനെ ചെയ്യും, ഇനിയും ഞാൻ ഇങ്ങനെ തന്നെയാവും. ഈ ചിന്ത നമ്മൾക്കുള്ളിൽ ഉണ്ടാക്കുന്ന ഹോർമോൺ കൂടിയാണ് ഈ ഡോപ്പാമൈൻ. സ്വാഭാവികമായും ഈ ഡോപ്പാമൈൻ വളരെ റെഗുലറായിട്ട് നന്മകൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് സന്തോഷിച്ച് പോകുമ്പോൾ ഡോപ്പാമൈൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരം വളരെ സുഗമമായി ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് ഒക്കെ പ്രവർത്തിക്കാനും തുടങ്ങും. പക്ഷേ ഉണ്ടല്ലോ, കൗമാരപ്രായമൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. മെഡിക്കൽ സയൻസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആ അവസ്ഥയെ പറയുന്ന പേര് ബുള്ളറ്റ് പ്രൂഫിംഗ് മെന്റാലിറ്റി എന്നാ. എന്താ ഇനി ഒന്ന് പറയും എല്ലാവരും? പോരാ, എത്ര 200 ആളോ? അപ്പൊ എത്ര ആളുള്ളത്? 200ന് മുകളിലുണ്ടോലോ. എത്ര സൗണ്ടേ ഉള്ളൂ ആകെ? ഒന്നും കൂടെ, എന്താണ് ബുള്ളറ്റ് പ്രൂഫിംഗ് മെന്റാലിറ്റി എന്ന് വെച്ചാൽ? എന്തായിരിക്കും ബുള്ളറ്റ് പ്രൂഫിംഗ് മെന്റാലിറ്റി? പറഞ്ഞോട്ടെ. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വരുമ്പോൾ പേടിച്ചിട്ടാ വരുന്നത്. കാരണം എന്താണെന്നറിയോ? നിങ്ങളൊക്കെ കൂടെ ഇട്ട് എന്നെ പൊരിക്കോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിനി. ചോദ്യമൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ നോളേജിൻ്റെയും നിങ്ങളുടെ എനർജിയുടെ ഒക്കെ മുമ്പിൽ ഉറപ്പാ തോറ്റോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. എന്താ ബുള്ളറ്റ് പ്രൂഫിംഗ് മെന്റാലിറ്റി? എന്തിനേയും നേരിടാനുള്ള, എന്തിനേയും സഹിക്കാനുള്ള
മെന്റാലിറ്റി, മാനസിക അവസ്ഥയെയാണ് ബുള്ളറ്റ് പ്രൂഫിംഗ് മെന്റാലിറ്റി എന്ന് പറയാം. എന്തും വന്നോട്ടെ, ഞാൻ അതിനെയൊക്കെ ചില്ലാക്കും, എന്താ പറയാ, ഞാൻ അതിനെയൊക്കെ വൈബാക്കും, എന്താ പറയാ, ഞാൻ അതിനെയൊക്കെ നേരിടും, ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്യും, ഞാൻ അതിനെയൊക്കെ തരണം ചെയ്യും എന്ന മെന്റാലിറ്റിയാണ് നമ്മൾ ബുള്ളറ്റ് പ്രൂഫിംഗ് മെന്റാലിറ്റി എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഈ അഡോളസൻസ് പീരീഡിനെ തന്നെ, ഈ കൗമാരപ്രായത്തെ തന്നെ ബുള്ളറ്റ് പ്രൂഫിംഗ് പീരീഡ് എന്ന് വിളിക്കുന്നത്? ആ സമയത്താണ് ഏറ്റവും കൂടുതൽ എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള ചിന്ത വരിക. കാരണം 19 കഴിയുമ്പോഴത്തേന് നമ്മുടെ തലച്ചോറിലുള്ള ഫ്രണ്ടൽ ലോബിന്റെ ഏറ്റവും മുമ്പിലുള്ള ഭാഗം അത് വളർച്ച പൂർത്തിയാവാൻ തുടങ്ങും. അതിന്റെ വളർച്ച ഏകദേശം അവസാനിക്കാൻ തുടങ്ങും, പൂർത്തിയാവാൻ തുടങ്ങും. അപ്പൊ നമുക്ക് യുക്തിയും വിവേകവും ശരിയെന്ത് തെറ്റെന്ത്, ഇവിടെ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊരു ബോധ്യത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എത്താൻ പറ്റും. ഞാൻ എങ്ങനെയാവണം, ഞാൻ എന്താവണം, ഞാൻ എന്ത് ചെയ്യണം എന്ന യുക്തിയിലേക്കും നന്മ തിന്മകളെ തിരിച്ചറിയാനൊക്കെയുള്ള ശേഷിയിലേക്ക് പൂർണ്ണമായിട്ട് എത്തുന്ന സമയമാണ് 19-നും 23-നും ഇടയിലുള്ള സമയം. അതായത് ഫ്രണ്ടൽ ലോബിന്റെ വളർച്ച പൂർത്തിയാകുന്ന സമയം. നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? മനസ്സിലാവണില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ? ഇല്ലേ? ഞാൻ അങ്ങനെ അത്രയും ആഴത്തിൽ പറയുന്നുണ്ട് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എത്തുണ്ടാ, കിട്ടുന്നുണ്ടാ? ഓക്കെ. അപ്പോൾ ഈ ഫ്രണ്ടൽ ലോബിന്റെ വളർച്ച എത്തുമ്പോഴത്തേനൊക്കെ അവിടെ തീരുമാനം എന്താ എന്നുള്ളൊരു ചിന്തയിലേക്ക്, എന്ത് ഡിസിഷൻ എടുക്കണമെന്ന തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പം ബുള്ളറ്റ് കൊണ്ട് ആരെങ്കിലും വെടിവെക്കാൻ നിൽക്കുമ്പോൾ അതിനെ പ്രൂഫ് ചെയ്യാൻ നിൽക്കുവോ? കൊള്ളാണെങ്കിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുവോ? മാറി നിൽക്കണായിരിക്കും ബുദ്ധി നമുക്ക് ചിലപ്പം തോന്നും, അല്ലേ? അപ്പം മാറി നിൽക്കണതായിരിക്കും എൻ്റെ ആരോഗ്യത്തിന് നല്ലത് എന്ന ബുദ്ധിയിലേക്ക് നമ്മൾ എത്തും. പക്ഷെ 19 വയസ്സ് വരെ വെക്കുകയാണെങ്കിൽ വെക്കട്ടെ, കൊള്ളാൻ ഞാൻ റെഡിയാന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന പ്രായമായതുകൊണ്ടാണ് അതിനെ ബുള്ളറ്റ് പ്രൂഫിംഗ് പീരീഡ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ മനോഹരമായ പീരീഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാ. അപ്പൊ എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവും. പക്ഷെ ഉണ്ടല്ലോ, നേരിടാൻ പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, ഓപ്പോസിറ്റുള്ള എനിമീസ്, അല്ലെ ബുള്ളറ്റുമായിട്ട് വരുന്ന ആളുകളാവാം, ചിന്തകളാവാം, തിയറികളാവാം, അതിനൊക്കെ യഥാർത്ഥ വിധത്തിൽ, അതിൻ്റെ യഥാവിധം അതേ അർത്ഥത്തിലും ആഴത്തിലും നമ്മൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ, മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ബുള്ളറ്റ് കൊണ്ടുകഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന പരിണിത ഫലം, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ 19, 23 ആവണ്ട, അതിൻ്റെ മുമ്പ് നമുക്ക് എന്തോന്നും മാറി നിൽക്കാമെന്ന്. അങ്ങനെ വരുന്ന അമ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ബുള്ളറ്റ് പ്രൂഫിംഗ് മെന്റാലിറ്റിയിലേക്ക് കൊണ്ടോട്ടെ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നിന്ന് കൊടുക്കുമ്പോഴത്തേന് 19 കഴിഞ്ഞ് 23 കഴിഞ്ഞ് ബുദ്ധിയൊക്കെ പൂർണ്ണ വളർച്ചെത്തി രണ്ടാമത്തെ ഒരു ഫേസിലേക്ക് എത്തുമ്പോഴത്തേനേ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ, അല്ലേ? കാരണം ജീവിതത്തിന്റെ ഈ ട്രാൻസിഷൻ പീരീഡിൽ നിന്നും പെർമനന്റ് പീരീഡിൽ എത്തുമ്പോഴത്തേന്, പെർമനന്റ് പീരീഡിൽ സ്ഥിരമായി സ്ഥായിയായി എൻ്റെ ജീവിതത്തോടൊപ്പം മരണം വരെ എനിക്ക് കൂടെ പോവാനുള്ള പലതുകളെയും ഞാൻ ശേഖരിക്കുന്നത് ഈ ട്രാൻസിഷൻ പീരീഡിലാണ്. പലതിനെയും ഞാൻ എൻ്റെ കയ്യിൽ ഒതുക്കേണ്ടത്, ഞാൻ സ്വീകരിക്കേണ്ടത്, ഞാൻ എൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടത് ഈ ട്രാൻസിഷൻ പീരീഡിലാണ്, ഈ കൗമാരപ്രായത്തിലാണ്. അപ്പൊ ഇവിടെ എന്തെല്ലാമൊക്കെയാണോ നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും സ്വീകരിക്കുകയും ശീലിക്കുകയും ചെയ്യുന്നത്, അതായിരിക്കും സെക്കൻഡ് ഫേസായ, നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ഒരു ഫേസായ പെർമനന്റ് പീരീഡായ ആ മുതിർന്ന അവസ്ഥയിൽ, യൗവനം മുതൽ മരണം വരെ നമ്മൾ കൂടെ കൊണ്ടുപോവുക, നമ്മൾ അനുഭവിക്കുക, നമ്മൾ ആയിത്തീരുക. അപ്പൊ നന്മയാണോ, നല്ലതാണോ കേൾക്കുന്നത്, നല്ലതാണോ കാണുന്നത്, നല്ലതാണോ അനുഭവിക്കുന്നത്, നന്മയാണോ ശീലിക്കുന്നത്, നന്മയുള്ള നല്ലതായ ഒരു ജീവിതമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതല്ല, തിന്മയാണോ കേൾക്കുന്നത്, തിന്മയാണോ അറിയുന്നത്, തിന്മയാണോ മനസ്സിലാക്കുന്നത്, ചീത്ത തിയറികളാണോ ഉൾക്കൊള്ളുന്നത്, അവയാണോ ശീലിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞ് പെർമനന്റ് പീരീഡിൽ എത്തുന്നതും ഈ തിന്മയോടൊപ്പമായിരിക്കും. പിന്നെ അവിടെ ഒരു ട്രാൻസിഷൻ നടക്കുന്നില്ല. അതോടുകൂടെയുള്ളൊരു ജീവിതമാണ് പിന്നെ നമുക്ക് മുന്നോട്ടേക്ക് നയിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ സമയം
എത്ര മനോഹരമാക്കുന്നുവോ, ഈ സമയം എത്ര ഭംഗിയുള്ളതും എത്ര ഇഫക്റ്റീവുമാക്കുന്നതോ എത്ര പ്രൊഡക്റ്റീവാക്കി മാറ്റുന്നുവോ അത്രയേറെ മനോഹരമായിരിക്കും വരാനുള്ള കാലം എന്ന വലിയ പാഠമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്.